റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നമസ്സൗമു അമാന, തീർച്ചയായിട്ടും നോമ്പ് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പു സ്വത്താണ്. ഫൽയഹ്ഫദ് അഹദകും അമാനത, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും വിശ്വസിച്ചേൽപ്പിച്ചത് സൂക്ഷിച്ചു കൊള്ളട്ടെ. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതുകയാണ്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് സ്വത്ത് അതിൻ്റെതായ ആൾക്കാരിലേക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നു. ശേഷം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, അസ്സംഉ അമാന, ചെവി വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പു സ്വത്താണ്. കണ്ണിൽ പിടിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽ ബസറു അമാന, കണ്ണ് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പു സ്വത്താണ്. വൽ ഫുആദ അമാന, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹൃദയം വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പു സ്വത്താണ്. വെറും വിശന്നും ദാഹിച്ചും ഇരുന്നാൽ മാത്രം പോരാ, എല്ലാ അവയവങ്ങളെ കൊണ്ടും നോമ്പ് പിടിപ്പിക്കണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമി ഇല്ലൽ ജൂ, എത്രയോ നോമ്പ് പിടിക്കുന്നവരാണ്, അവന്റെ നോമ്പ് കൊണ്ട് വെറും വിശപ്പല്ലാതെ അവന് മറ്റൊരു പ്രയോജനവുമില്ല. എത്രയോ രാത്രി നമസ്കരിക്കുന്ന വ്യക്തികളാണ്, അവരുടെ രാത്രി ഉറക്കമൊഴിയിൽ കൊണ്ട് മറ്റൊരു പ്രയോജനവും അവർക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി, മോശമായ സംസാരം ആരാണോ ഉപേക്ഷിക്കാത്ത, മോശമായ പ്രവർത്തനം ആരാണോ മാറ്റിവെക്കാത്ത, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ, അള്ളാഹുവിന് അവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലോ വെള്ളം ഉപേക്ഷിക്കുന്നതിലോ മറ്റൊരു താല്പര്യവുമില്ല. അവന്റെ ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നതല്ല.